അടുത്ത ജലക്ഷാമം മൂലം ഹോസ്റ്റൽ അടച്ചതിനാൽ അധ്യയനം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾ. കോളേജിന്റെ വനിതാ ഹോസ്റ്റലിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജലക്ഷാമം രൂക്ഷമായത്. വിദ്യാർത്ഥികളോട് വീടുകളിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഹോസ്റ്റൽ അധികൃതർ. ജലക്ഷാമം രൂക്ഷമായതോടെ ഹോസ്റ്റൽ അടച്ചു. കുട്ടികൾ പലരും വീട്ടിലേക്ക് മടങ്ങി. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അതെപ്പോഴെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പാലക്കാട് ജില്ലാ കളക്ടറുടെ വസതിക്ക് സമീപമുള്ള ഹോസ്റ്റലിലാണ് ജലക്ഷാമം രൂക്ഷമായത്. കിണറിലെ വെള്ളവും മലമ്പുഴ വെള്ളവുമാണ് ഹോസ്റ്റൽ ആവശ്യങ്ങൾക്കായി കുട്ടികൾ ഉപയോഗിച്ചിരുന്നത്. വേനൽ കടുത്തതോടെ കുഴൽക്കിണർ വറ്റി. കിണറിലെ വെള്ളം അടിത്തട്ടിലെത്തി. ഇതോടെ ഹോസ്റ്റൽ അടയ്ക്കാൻ അധികൃതർ നിർബന്ധിതരായി. 207 കുട്ടികളാണ് ഹോസ്റ്റലിലുള്ളത്. ഓരോരുത്തരായി വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. ഇത്രയും ദിവസം അഡ്ജസ്റ്റ്മെന്റിൽ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി വരെയും വന്നിട്ടുണ്ടായി. ബക്കറ്റിലൊക്കെ പിടിച്ചു വെച്ചിട്ടായിരുന്നു. ഇന്ന് പിന്നെ നിലവിൽ പൈപ്പിലൊന്നും വരുന്നില്ല. അപ്പൊ പിന്നെ അടയ്ക്കാന്നുള്ളൊരു ഇതേ ഉള്ളൂ. വെള്ളം വരുമ്പോൾ നമ്മൾ പിടിച്ചു വെക്കും, എന്നിട്ട് പിന്നെ കുളിക്കുമ്പോൾ അടുത്ത് കുളിക്കും. അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഇന്നലെയാണ് പറഞ്ഞത്. അപ്പം ഇന്ന് രാവിലത്തോളം കുട്ടികൾ പോവാം വീട്ടിലേക്ക്. മതിയായ വെള്ളം കിട്ടാതായതോടെ ഹോസ്റ്റൽ അധികൃതർ ഒരു ദിവസം ടാങ്കർ ലോറിയിൽ വെള്ളം വാങ്ങി നൽകിയിരുന്നു. ദിവസവും വെള്ളം വാങ്ങുന്നത് പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഹോസ്റ്റൽ അടയ്ക്കാൻ തീരുമാനിച്ചത്. ജല അതോറിറ്റി പൈപ്പ് ലൈനിലെ പ്രശ്നം പരിഹരിച്ചാലുടൻ ഹോസ്റ്റലിൽ വെള്ളമെത്തി തുടങ്ങുമെന്നാണ് അധികൃതർ പറയുന്നത്. ജലക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഹോസ്റ്റൽ അടച്ചതിനാൽ അധ്യയന വർഷത്തിലെ അവസാന ദിനങ്ങൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. എത്രയും വേഗം പ്രശ്നപരിഹാരം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.